നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ BJPയുടെ വളർച്ചയ്ക്ക് മുഖ്യ കാരണം CPIഎമ്മിനുള്ളിൽ നിന്നുള്ള വോട്ട് ചോർച്ച തന്നെയാണെന്ന് ബൂത്തുതല കണക്കുകൾ വ്യക്തമാക്കുന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭീതിജനകമായ നഷ്ടമാണ് LDFന് മണ്ഡലത്തിൽ ഉണ്ടായത്. UDFിൽ നിന്നും BJPയിലേക്ക് വോട്ട് ഒഴുകിയെന്ന് കണക്കുകൾ തെളിയിക്കുന്നു. അരുവിക്കരയിൽ BJPയുടെ മുന്നേറ്റം ഏറ്റവും അധികം പരിക്കേൽപ്പിച്ചത് LDFനെ തന്നെയാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. 153 ബൂത്തുകളിൽ രണ്ടിടത്തൊഴികെ മറ്റെല്ലായിടത്തും ഇടതിന്റെ വോട്ടുകൾ കാര്യമായി ചോർന്നു. ഇതിൽ 82 ബൂത്തുകളിൽ 10%-ലധികമാണ് വോട്ട് ചോർച്ച. 94 ബൂത്തുകളിൽ BJPക്ക് 10%-ലധികം വോട്ട് കൂടുകയും ചെയ്തുവെന്ന് കണക്കിൽ കാണാം. UDFനും വോട്ട് നഷ്ടമുണ്ടായെങ്കിലും 10%-ലധികം വോട്ട് ചോർന്നത് 4 ബൂത്തുകളിൽ മാത്രമാണ്. 77 ബൂത്തുകളിൽ UDFന് വോട്ട് നഷ്ടം സംഭവിച്ചു. BJPക്ക് 153-ൽ 150 ഇടത്തും വർധനയാണ് ഉണ്ടായത്. 28 ബൂത്തുകളിൽ BJP ഒന്നാം സ്ഥാനത്തെത്തി എന്നതും ശ്രദ്ധേയമായ രാഷ്ട്രീയ മാറ്റമാണ്. ഉഴമലക്കൽ, കുറ്റിച്ചൽ പഞ്ചായത്തുകളിലെ എല്ലാ ബൂത്തുകളിലും LDFന് സാരമായ പരിക്കേറ്റു. ഇവിടെയെല്ലാം BJP നേട്ടം കൊയ്യുകയും ചെയ്തു. വിതുരയിലും തൊളിക്കോട്ടും ആരിനാട്ടുമെല്ലാം ഭൂരിഭാഗം ബൂത്തുകളും LDFന് കൈവിട്ടു. അരുവിക്കര പഞ്ചായത്തിൽ UDFനും കാര്യമായ വോട്ട് നഷ്ടം ഉണ്ടായി. 24-ൽ 17-ലും UDFന് വോട്ട് കുറഞ്ഞു. പൂവച്ചൽ 17 ബൂത്തിലും വിതുരയിലും തൊളിക്കോടും 11 ബൂത്തുകൾ വീതവും UDFന് വോട്ട് നഷ്ടമുണ്ടായി. വെള്ളനാടിൽ 3, ഉഴമലക്കൽ 4, കുറ്റിച്ചലിൽ 3 ബൂത്തുകൾ വീതവും UDFന് വോട്ട് കുറഞ്ഞുവെന്ന് കണക്കുകൾ കാട്ടിത്തരുന്നു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. CPIഎം പോളിറ്റ് ബ്യൂറോ അംഗം ശ്രീ MA ബേബി, രാഷ്ട്രീയ നിരീക്ഷകരായ ശ്രീ KM ഷാജഹാൻ, ശ്രീ A സജീവൻ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ KM ഷാജഹാൻ, LDFൻ്റെ വോട്ട് നഷ്ടത്തെക്കുറിച്ച് LDFനുള്ളിൽ CPIഎമ്മിനുള്ളിൽ നിരവധി ചർച്ചകൾ നടക്കുന്നു. ഇപ്പോൾ തോമസ് ഐസക്കും ശ്രീ MA ബേബിയുമെല്ലാം ഇത് സംബന്ധിച്ച് വ്യത്യസ്തമായ പ്രതികരണങ്ങളുമായി രംഗത്തുണ്ട്. എത്രത്തോളം ആഴത്തിലുള്ളതാണ് ഇടതുമുന്നണിയിൽ നിന്ന് BJPയിലേക്കുള്ള വോട്ട് ചോർച്ച? എന്താണ് അതിൻ്റെ വ്യക്തമായ കണക്കുകൾ? അല്ല പ്രകാശ്, ഇപ്പോൾ ഈ കണക്കുകളിൽ നിന്ന് കാണിച്ചതുപോലെ നമ്മൾ 153 ബൂത്തിലെ കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കിട്ടുന്ന ഞെട്ടിക്കുന്ന ചിത്രം എന്ന് പറയുന്നത്, എവിടെയൊക്കെയാണോ CPIഎമ്മിന് വോട്ട് കുറഞ്ഞത് അവിടെയൊക്കെ BJPക്ക് വോട്ട് കൂടിയിരിക്കുന്നു. 1. 2, എത്ര ശതമാനക്കണക്കിലാണോ വോട്ട് CPIഎമ്മിന് കുറഞ്ഞിരിക്കുന്നത് അത്രയും ശതമാനക്കണക്കിൽ തന്നെ BJPക്ക് വോട്ട് കൂടിയിരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് 153 ബൂത്തുകളാണ് അരുവിക്കരയിലുള്ളത്. അതിൽ 151 ബൂത്തിലും LDFന് വോട്ട് കുറയുമ്പോൾ 153 ബൂത്തിൽ 150 ബൂത്തുകളിലും BJPക്ക് വോട്ട് കൂടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നേരത്തെ നിങ്ങൾ കാണിച്ച കണക്കിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്, 153 ബൂത്തിൽ 82 ബൂത്തിലും CPIഎമ്മിന് LDFന് 10%-ൽ കൂടുതൽ വോട്ട് കുറയുമ്പോൾ BJPക്ക് 153-ൽ 94 ബൂത്തുകളിലും 10%-ൽ കൂടുതൽ വോട്ട് കൂടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഉഴമലക്കൽ നമ്മളൊന്ന് എടുത്തു നോക്കുക. ഒരു ഹിന്ദുക്കൾക്ക് കൂടുതൽ പ്രാമുഖ്യമുള്ള ഒരു പഞ്ചായത്താണ് ഉഴമലക്കൽ. അവിടെ 13 ബൂത്താണുള്ളത്. ആ 13 ബൂത്തുകളിൽ 13 ബൂത്തുകളിലും LDFന് 10% വോട്ട് കുറഞ്ഞെങ്കിൽ അവിടുത്തെ 13 ബൂത്തുകളിൽ 12 ബൂത്തുകളിലും BJPക്ക് 10% വോട്ട് കൂടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ കുറ്റിച്ചൽ നമ്മൾ എടുക്കുക. കുറ്റിച്ചലിൽ 13 ബൂത്തുകളുണ്ട്. ആ 13-ൽ 13 ബൂത്തിലും LDFന് 10% വോട്ട് കുറയുമ്പോൾ ആ 13-ൽ 13 ബൂത്തുകളിലും BJPക്ക് 10% വോട്ട് വർദ്ധിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ നിങ്ങൾ കാണിച്ചിട്ടുള്ള ഈ കണക്കുകളിൽ നിന്ന്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ BJP എത്രത്തോളം വോട്ടുകൾ അധികം നേടിയോ അത്രത്തോളം വോട്ടുകൾ പരിപൂർണമായും LDFിൽ നിന്ന് പോയതാണ് എന്നുള്ളതാണ്. ഇപ്പോൾ UDFനെ കുറിച്ച് പറയാത്ത എന്താണെന്നുള്ള ചോദ്യം വരാം. UDF സംബന്ധിച്ചും കണക്കുകൾ നിങ്ങൾ പറഞ്ഞു. 153 ബൂത്തിൽ 77 ബൂത്തിലാണ് UDFന് വോട്ട് കുറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും 77 ബൂത്തിൽ UDFന് വോട്ട് കുറഞ്ഞിട്ടില്ലേ എന്നുള്ള ചോദ്യങ്ങൾ വരും. സത്യമാണ്, UDFനും കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ UDFനെ സംബന്ധിച്ചിടത്തോളം 10%-ലധികം വോട്ട് കുറഞ്ഞത് വെറും 4 ബൂത്തിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള 73 ബൂത്തുകളിലും UDFനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ മാർജിനലായിട്ടുള്ള വോട്ടിലുള്ള കുറവ് മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എത്തിച്ചേരാവുന്ന ഒരു പ്രധാനപ്പെട്ട അനുമാനം എന്ന് പറയുന്നത്,
UDF-ലേക്ക് ഉള്ള ന്യൂനപക്ഷങ്ങളുടെ കേന്ദ്രീകരണം ശക്തമായി നടന്നു. അവരവരുടെ വോട്ട് ബാങ്ക് പൂർണ്ണമായി നിലനിർത്തി. എന്നാൽ ഹിന്ദു ഭൂരിപക്ഷ ആയിട്ടുള്ള LDF-ന്റെ വോട്ട് ബാങ്ക് വല്ലാതെ ശോഷിക്കുകയും ആ ശോഷിക്കുന്നതിനനുസരിച്ച് എത്ര ശോഷിക്കുന്നു, ഇപ്പോൾ 10% ശോഷിക്കുകയാണെങ്കിൽ 10% BJP നേട്ടം കൊയ്യുന്നു, 20% ശോഷിക്കുകയാണെങ്കിൽ 20% BJP നേട്ടം കൊയ്യുന്നു. ഈ നിലയിൽ UDF-ന്റെ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് നിലനിർത്തുമ്പോൾ LDF-ന്റെ ഭൂരിപക്ഷ വോട്ട് ബാങ്കിൽ വലിയ തോതിലുള്ള ചോർച്ച ഉണ്ടാകുന്നുവെന്നും വ്യക്തമാണ്. ദയവായി തുടരുക. ശ്രീ AK ബാലൻ, ഇത് CPIM-നെ സംബന്ധിച്ചും LDF-നെ സംബന്ധിച്ചും വളരെ ഗൗരവമായ ചില പ്രശ്നങ്ങൾ ഉയർത്തുന്നില്ലേ? 153 ബൂത്തിൽ 151-ലും ഇടതുമുന്നണിക്ക് വോട്ട് കുറയുന്നു. അതേസമയം BJP-ക്ക് 153 ബൂത്തിൽ 150-ലും വോട്ട് കൂടുന്നു. 28 ബൂത്തിൽ BJP ഒന്നാം സ്ഥാനത്തെത്തി. ഇതിൽ 23 ബൂത്തിലും വോട്ട് കുത്തനെ കുറഞ്ഞത് ഇടതുമുന്നണിക്കാണ്. നമ്മൾ വർഗബന്ധങ്ങളെക്കുറിച്ചെല്ലാം പറയുമ്പോഴും സാമുദായിക ജാതീയ സമവാക്യങ്ങളിൽ വലിയ വിള്ളൽ വീണിരിക്കുന്നു. ഇതിനെ പാർട്ടി ഗൗരവത്തോടുകൂടി കാണുന്നുണ്ടോ? എങ്ങനെ പരിഹരിക്കും? ഞാനിപ്പോ ഇവിടെ മദ്രാസിലാണുള്ളത്. അതുകൊണ്ട് ഓരോ ബൂത്തിന്റെ കണക്കും എന്റെ കയ്യിൽ ഇപ്പം ഇല്ല. അത് കൈവശമില്ലാത്തത് കൊണ്ട് ഓരോ ബൂത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോ പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തതാണ്, എന്ത് കണക്ക് പറഞ്ഞു കഴിഞ്ഞാലും UDF-ന് 9% വോട്ട് കുറഞ്ഞിട്ടുണ്ട്, LDF-ന് 7% വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ഈ വോട്ട് സ്വാഭാവികമായിട്ടും BJP-ക്കാ പോയിട്ടുള്ളത്. അതിൽ ബൂത്തിന്റെ വ്യത്യാസം ഉണ്ടാവും. അതായത് UDF-ന് കുറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് കുറഞ്ഞിട്ടുള്ളതിന്റെ വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടുപേർക്ക് ഞാൻ പറഞ്ഞല്ലോ, രണ്ടുപേർക്കും ദുഃഖിക്കാനുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. നമ്പർ 1. നമ്പർ 2, BJP-യിലേക്ക് ഇടതുപക്ഷത്തിൽ നിന്ന് വോട്ട് കൊണ്ടുപോകുന്നതിൽ കോൺഗ്രസിന്റെ സമീപനമാണ് സഹായിച്ചിട്ടുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണം ന്യൂനപക്ഷത്തിന്റെ ഇടയിൽ ഇവർ ബോധപൂർവ്വം ആശങ്ക ഉണ്ടാക്കി. അത് കറക്റ്റാണ്, ഷാജഹാൻ ഇപ്പൊ പറഞ്ഞത് കറക്റ്റാണ്. ആ ആശങ്ക ഉണ്ടാക്കിയത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിന്റെ കുശുണ്ട് ബുദ്ധിയാണ്. കാരണം മുസ്ലിം ക്രിസ്ത്യൻ വോട്ടിന്റെ ഏകീകരണത്തിന് ഒരു ഭാഗത്ത് ആഗ്രഹിക്കുക, മറ്റൊരു ഭാഗത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒപ്പം നിൽക്കുന്ന മതന്യൂനപക്ഷങ്ങളിൽ അപ്രിയൻഷൻ ഉണ്ടാക്കുക. ഇത് ഏത് രൂപത്തിലാണ് ഓരോ ബൂത്തിലും സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് ബൂത്ത് അടിസ്ഥാനത്തിൽ ഞങ്ങൾ പരിശോധിക്കും. കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും നഷ്ടം വന്നിട്ടുണ്ട്. അത് ഏറ്റക്കുറച്ചിലുണ്ടാവും. ഞങ്ങളെക്കാളും കൂടുതൽ അവർക്കാണ്. ശ്രീ AK ബാലൻ, ഇതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇടപെടുമ്പോൾ ജയിക്കുകയാണല്ലോ പ്രധാനം. അതായത് നിയമസഭയിലേക്കാണെങ്കിൽ MLA ആകുക, പാർലമെൻറ്റിലേക്കാണെങ്കിൽ MP ആകുക, ജയിച്ചെടുക്കുക. മൊത്തത്തിലുള്ള വോട്ടോ കാര്യങ്ങളോ അല്ല നോക്കുന്നത്, ജയിക്കുക എന്നതാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പ്രധാനം. ഇതിൽ UDF ജയിച്ചിരിക്കുന്നു. അവരുടെ വോട്ട് ചോർന്നിട്ടുണ്ടാകും, പക്ഷെ അവർ നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചിരിക്കുന്നു. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 2006-ന് ശേഷം, ഇപ്പോൾ AK ആന്റണിയുടെ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനയ്ക്കൊക്കെ ശേഷം UDF-നൊപ്പം 2006-ന് ശേഷം ഉറച്ചു നിൽക്കുന്ന ന്യൂനപക്ഷങ്ങൾ, അവരിൽ ഒരു വിഭാഗത്തെ പോലും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മറിച്ച് ഉമ്മൻചാണ്ടി, മാണി, കുഞ്ഞാലിക്കുട്ടി അവരാണ് ഭരിക്കുന്നത് എന്നതിൻ്റെ പേരിൽ വളരെ ശക്തമായ എതിർപ്പുള്ള ഇടതുപക്ഷ അണികൾ, അതിൽ ഈഴവ സമൂഹമുണ്ട്, ദളിതുകളുണ്ട്, ആദിവാസികളുണ്ട്. ഈ വിഭാഗത്തിൽ നിന്ന് വലിയൊരു ശതമാനം വോട്ട് അരുവിക്കരയിൽ ഇടതുപക്ഷത്തിന് ചോർന്നിരിക്കുന്നു. ഈ ചോർച്ച, അതിൻ്റെ തലം എങ്ങനെയാണത് ചോർന്നത് എന്നത് സംബന്ധിച്ച് ഇപ്പോൾ പിണറായി വിജയൻ നേരിട്ട് ബൂത്തുകളിൽ പ്രവർത്തിച്ച സ്ഥലമാണല്ലോ. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തുകൊണ്ട് പിണറായി വിജയനെ പോലെ ഒരാൾ നേരിട്ട് ബൂത്ത് തലത്തിൽ പ്രവർത്തിച്ചിട്ടും വ്യക്തമായ ഒരു വിവരം നേരത്തെ ലഭിച്ചില്ല? അത് തടയാനുള്ള മുന്നൊരുക്കം നടത്താൻ കഴിഞ്ഞില്ല? അല്ല, ഇതില് ഒരു കാര്യം വ്യക്തമാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ LDF-ൽ നിന്നും UDF-ൽ നിന്നും ചോർച്ച ഉണ്ടായിട്ടുണ്ട്. ആ ചോർച്ചയുടെ ഗുണം BJP-ക്കാണ് കിട്ടിയത്. BJP-ക്ക് കിട്ടിയ ആ ഗുണത്തെ സംബന്ധിച്ച് യാതൊരു അവ്യക്തതയും ഞങ്ങൾക്കില്ല. LDF-ന്റെ വോട്ടും ഉണ്ട്, അതുപോലെ തന്നെ UDF-ന്റെ വോട്ടും ഉണ്ട്. ഞങ്ങളുടെ അടിസ്ഥാന വിഭാഗത്തിൽ നിന്ന് വോട്ട് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കും. ഞാൻ ഈ അരുവിക്കര ഗ്രാമപഞ്ചായത്തിന്റെ ചാർജായിരുന്നു എനിക്ക്, സെക്രട്ടേറിയറ്റ് മെമ്പർ എന്നുള്ള നിലക്ക്. ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് 430 വോട്ടിന്റെ ലീഡാണ്. അവിടെ 197 വോട്ടിന്റെ ലീഡ് കിട്ടിയിട്ടുണ്ട്.
അതേ സമയത്ത് മറ്റു പഞ്ചായത്തുകളിൽ കൊടുത്ത വോട്ടിനനുസരിച്ച് പാർട്ടി കണക്കാക്കിയ വോട്ടിനനുസരിച്ച് വോട്ട് വന്നിട്ടില്ല. ആ വോട്ടിൽ സംഭവിച്ച ചോർച്ചയെ സംബന്ധിച്ച് ഗൗരവമായി ഞങ്ങൾ പരിശോധിക്കും. ഇപ്പൊ പാർട്ടി ഏത് പരിശോധിച്ച് സമഗ്രമായ ഒരു വിലയിരുത്തൽ നടത്തിയിട്ടില്ല. പക്ഷെ പ്രാഥമികമായി ഞാൻ നടത്തിയിട്ടുള്ള ഒരു പരിശോധനയിൽ അടിസ്ഥാന വിഭാഗത്തിൽ നിന്ന് വോട്ട് ചോർന്നിട്ടുണ്ടാകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ പാവപ്പെട്ട പട്ടിക അല്ല ശ്രീ എ കെ ബാലൻ, താങ്കൾ ചുമതല ഉണ്ടായിരുന്ന ഗ്രാമപഞ്ചായത്തിൽ താങ്കൾ ഒരു കണക്ക് കൊടുത്തു. ആ കണക്കിന് അടുത്തെത്തിയില്ലെങ്കിലും ജയിച്ചു. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ എന്താണ് ചെയ്യുന്നത് എന്ന ചോദ്യം ഉയർന്നപ്പോൾ അദ്ദേഹം ഓരോ ബൂത്തിലും പോയി കണക്ക് നോക്കി ഇടതുപക്ഷത്തിന് കിട്ടാവുന്ന വോട്ടെത്ര, ഇടതുപക്ഷത്തിന് നഷ്ടപ്പെടാവുന്ന വോട്ടെത്ര, കൂടുതൽ വോട്ടുകൾ ഏത് രീതിയിൽ ഇങ്ങോട്ട് സമാഹരിക്കാം എന്നത് സംബന്ധിച്ച് എണ്ണയിട്ട യന്ത്രം പോലെ പാർട്ടിയെ ചലിപ്പിക്കുകയായിരുന്നല്ലോ. എന്നിട്ടും ഇപ്പോൾ മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ കണക്കുണ്ടായിരുന്നില്ല, ജനങ്ങളുമായി ബന്ധമുണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് പോലെ അല്ലല്ലോ. എന്നിട്ടും ഇത്ര ഭീകരമായ ഒരു ചോർച്ച, അതായത് 153 ബൂത്തിൽ 151 ഇടതുപക്ഷത്തിന് വോട്ട് ചോർന്നു. ഇതിൽ 80-ലേറെ ബൂത്തുകളിൽ 10% വോട്ട് ചോർന്നു. ഈ ചോർന്നതിൻ്റെ മെച്ചം മുഴുവനും BJPക്ക് ലഭിച്ചു. 23 ബൂത്തിൽ ഒന്നാം സ്ഥാനത്തെത്തി, 28 ബൂത്തിൽ, അതിൽ 23 ബൂത്തിലും പോയത് ഇടതുപക്ഷത്തിൻ്റെ. എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ കഴിയാതെ പോയി? ഇല്ല, അതങ്ങനെ ഇലക്ഷന്റെ കാലഘട്ടത്തിൽ ഒരു വല്ലാത്ത സ്ക്രീനിങ് നടത്തി എക്സ്റേ നടത്തിയിട്ട് കാണാൻ പറ്റുന്നതല്ല ഇത്. ഞങ്ങളുടെ സ്കോഡ് വർക്കിന്റെ ഭാഗമായി, ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി അവിടെയുള്ള പ്രാദേശിക നേതാക്കളുടെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ അകത്ത് പെശക് സംഭവിച്ചിട്ടുണ്ടില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ലല്ലോ. ദയവായി താങ്കൾ തുടരണം. ശ്രീ CP ജോൺ, ഇതിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവിടെ ബൂത്ത് തലത്തിലെ ചോർച്ച കൃത്യമായി മനസ്സിലാക്കാനും തടയാനും കഴിഞ്ഞു എന്നതിനപ്പുറം CPM അല്ലെങ്കിൽ ഇടതുമുന്നണി ഒരു ക്രൈസിസിനെ നേരിടുന്നില്ലേ? അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ, വർഗപരമായി മാത്രമല്ലല്ലോ, ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒപ്പം നിർത്താൻ കഴിഞ്ഞിട്ടില്ല. മുസ്ലിം ജനസാമാന്യത്തെ നല്ല രീതിയിൽ ഇടതുപക്ഷത്തിന് ഒപ്പം നിർത്താൻ കഴിഞ്ഞില്ല. ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ ഒപ്പം നിർത്താൻ കഴിഞ്ഞില്ല. മറിച്ച് ഒപ്പമുണ്ടായിരുന്നു എന്ന് പറയുന്ന ഈഴവർ, നായന്മാർ, അതുപോലെ ദളിതുകൾ, ആദിവാസികൾ, ഈ വിഭാഗത്തിൽ നിന്നുണ്ടാകുന്ന ഈ ചോർച്ച, ഇതിപ്പോൾ അരുവിക്കരയുടെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ 25 വർഷമായി കാർത്തികേയൻ ജയിച്ചു, അതുകൊണ്ട് കാർത്തികേയൻ അനുകൂലമായി അവിടെ ഒരു വികാരമുണ്ട് എന്നാണ്. അതല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പുകൾ ഇത്തവണ എല്ലായിടത്തും ഭരണ മുന്നണി ജയിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ ഇതെങ്ങനെയായിരിക്കും ബാധിക്കുക? ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് താങ്കളുടെ മാധ്യമത്തിൽ തന്നെ ധാരാളം സംസാരിച്ചിട്ടുള്ളത്. ഒന്നാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 2 ബേസ് ലൈൻ ഉള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഒന്ന്, 2011 ബേസ് ലൈൻ അടിസ്ഥാനം വെച്ച് നോക്കുകയാണെങ്കിൽ 2 കൂട്ടരുടെയും വോട്ട് താഴെ പോയിട്ടുണ്ട്. BJPക്ക് നിശ്ചയമായിട്ടും വലിയ തോതിൽ 7,900 നിന്ന് 34,000 കയറിയിട്ടുണ്ട്. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയും CPM പറഞ്ഞുകൊണ്ടിരുന്നത് 2011 ബേസ് ലൈൻ അല്ല നോക്കേണ്ടത്, 2014 ബേസ് ലൈൻ നോക്കണമെന്നാണ്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് കൂടുകയും അവർക്ക് കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ കണക്ക് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഗണ്യമായിട്ട് 8,000-ഓളം വോട്ടാണ് കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ 2014 കണക്കാണ് അവസാനത്തെ കണക്ക് എങ്കിൽ ആ കണക്കിൽ 2 കൂട്ടർക്കും വോട്ട് പോയി എന്ന് പറയുന്നതിൽ AK ബാലൻ പറയുന്നതിൽ അർത്ഥമില്ല. ഞങ്ങൾക്ക് തന്നെയാണ് വോട്ട് കൂടിയിട്ടുള്ളത്. വാസ്തവത്തിൽ LDFന്റെ വോട്ട് തന്നെയാണ് കുറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇതൊന്നും തന്നെ ഞങ്ങൾക്ക് കൂടി അവർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് BJPയുടെ കടന്നുകയറ്റത്തെ കുറച്ച് കാണാൻ UDF ആഗ്രഹിക്കുന്നുമില്ല. BJPയുടെ കടന്നുകയറ്റം തീർച്ചയായും പ്രധാനമാണ്. ഇവിടെ താങ്കൾ ഇന്ന് ചർച്ചയ്ക്കെടുത്തിട്ടുള്ള ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം ന്യൂനപക്ഷങ്ങളോടുള്ള മതേതര പ്രസ്ഥാനങ്ങളുടെ സമീപനത്തെ സംബന്ധിച്ചാണ്. അപ്പൊ അവിടെ ഇപ്പൊ ബേബി തന്നെ 2 ദിവസം പറഞ്ഞു മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയാണ്. എന്താണ് UDFന്റെ അഭിപ്രായം? മുസ്ലിം ലീഗ് ഒരു മതേതര ന്യൂനപക്ഷ കക്ഷിയാണ്. അവിടെ നിന്ന് അഭിപ്രായ വ്യത്യാസം തുടങ്ങാണ്. അതേപോലെ തന്നെ MV ഗോവിന്ദൻ മാഷ് ഇന്നലെ ഒരു മാധ്യമത്തിൽ പറഞ്ഞു ഇന്ത്യയിൽ ഫാസിസം ഒന്നും വന്നിട്ടില്ല, അത് കോൺഗ്രസിനെ ഒന്നും ആവശ്യമൊന്നുമില്ല ഇവരെ തോൽപ്പിക്കാൻ. അപ്പൊ ഫാസിസത്തിനെതിരായ മുന്നണി തെരഞ്ഞെടുപ്പിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. തെരഞ്ഞെടുപ്പുകളിൽ നടത്തിയിട്ടുള്ള കോൺഗ്രസും CPM കൂടെ ഒരുമിച്ച് കേരളത്തിൽ മത്സരിക്കുക എന്നുള്ളത് അപ്രായോഗികമായിട്ടൊരു കാര്യമാണ്. മറിച്ച് ഇന്ത്യയിലാകെ ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് ട്രെൻഡുകൾ, അതുപോലെ തന്നെ ഗോഡ്സേക്ക് സ്മാരകം ഉണ്ടാക്കുന്ന പ്രോഗ്രാം
തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ മതേതര ശക്തികൾ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കണം എന്ന് പോലും ചിന്തിക്കാത്ത CPM-ന്റെ സമീപനം, ആ സമീപനം ഇന്ന് ഭൂരിപക്ഷ വർഗീയതയെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ദയവായി താങ്കൾ തുടരുക. ശ്രീ A. സജീവൻ, ഇതിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കണക്കുകൾ, ബൂത്ത് തല കണക്കുകൾ താങ്കൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ഓരോ ബൂത്ത് നോക്കുമ്പോഴും ഇടതുപക്ഷത്തിന് വോട്ട് കുറയുന്നു, BJPക്ക് അതനുസരിച്ച് വോട്ട് കൂടുന്നു. കണക്കുകൾ പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ കണക്കുകൾ ഇതുവരെ പരിശോധിക്കപ്പെട്ടിട്ടില്ല എന്ന് CPM നേതാക്കൾ പറയുന്നു. അതല്ലെങ്കിൽ അത് അരുവിക്കരയിലെ ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ് എന്ന് പറയുന്നു. അങ്ങനെ അതിൽ O. രാജഗോപാലിന് 140 നിയോജക മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറയുന്നു. ആ രീതിയിൽ ലഘൂകരിച്ച് കാണേണ്ടതാണോ ഈ വോട്ട് ചോർച്ച? അതോ ഇടതുപക്ഷത്ത് നിന്ന് ഒരു വലിയ വിഭാഗം BJPയിലേക്ക് ആകൃഷ്ടരാകുകയും ഒരു പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ, ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒരു 4,000 വോട്ട് ഇപ്പോൾ പിടിക്കുന്നതിനേക്കാൾ BJP കൂടുതൽ പിടിച്ചാൽ അത് ആദ്യം ബാധിക്കുക ഇടതുപക്ഷത്തെ ആണ് എന്നതിൻ്റെ ഒരു തെളിവായി അരുവിക്കര മാറുകയും ചെയ്യുമ്പോൾ ഇന്നത്തെ ഈ തർക്കങ്ങൾക്കും ചർച്ചകൾക്കും അപ്പുറത്തേക്ക് ഇടതുപക്ഷം കടക്കുകയും പ്രായോഗികമായി മറികടക്കാനുള്ള വിശദമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇതിൽ നമ്മൾ 2011-ലെയും 2014-ലെയും കണക്കുകൾ വെച്ചിട്ടാണ് UDF-ഉം LDF-ഉം അവർക്ക് നഷ്ടം സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നത്. ആ രണ്ട് കണക്കുകൾ വെച്ചാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ ബേസ് ലൈൻ ഏത് എന്നുള്ള ഒരു കണക്കാണ്. അതൊന്നല്ല ഇവിടെ പ്രസക്തം. അരുവിക്കര പോലുമല്ല. അരുവിക്കരയ്ക്ക് മുമ്പേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായതും നേമത്തുണ്ടായതും നെയ്യാറ്റിൻകരയിലുണ്ടായതും ഒക്കെ കണക്കുകൾ സൂചിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ഇവിടെ നമ്മൾ ഈ AK ബാലനൊക്കെ ഇപ്പോഴും വിശകലനം ചെയ്യാത്തൊക്കെ കിടക്കുന്നൊരു കാര്യം, ഈ അരുവിക്കര തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ ഉണ്ടായ ഒരു തന്ത്രം, രാഷ്ട്രീയ തന്ത്രം, അത് അവരാരും കണ്ടില്ല. അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പരാജയവും. ഇവിടെ തൊഗാഡിയെ പോലൊരാൾ, VHPയുടെ അന്താരാഷ്ട്ര വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാൾ 5 തവണ ഈ അരുവിക്കര തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് അരുവിക്കരയിലല്ല വന്നത്. അദ്ദേഹം ആലപ്പുഴയിലും ഇടുക്കിയിലും വന്നു. അദ്ദേഹം വെള്ളാപ്പള്ളി നടേശനെ കണ്ടു. വളരെ മോഹിച്ചു പോകാവുന്ന, ആഗ്രഹിച്ചു പോകാവുന്ന തരത്തിലുള്ള, ആരും കൊതിച്ചു പോകാവുന്ന രൂപത്തിലുള്ള ഓഫർ കൊടുത്തു. 5 മെഡിക്കൽ കോളേജ്, 8 എഞ്ചിനീയറിംഗ് കോളേജ്, എല്ലാ പിന്നോക്ക വിഭാഗക്കാർക്കും, പിന്നോക്ക വിഭാഗക്കാരിൽ വളരെ പാവപ്പെട്ട ആളുകൾക്ക് മുഴുവൻ സൗജന്യമായി പഠിക്കാൻ, സൗജന്യമായി ചികിത്സ കിട്ടാൻ ഉള്ള അവസരം വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് വെള്ളാപ്പള്ളി നടേശൻ എന്താണ് പറഞ്ഞത്? ഞങ്ങൾക്ക് ആര് പറയുന്നു എന്നുള്ളതല്ല, എന്ത് പറയുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് താല്പര്യം. തൊഗാഡിയ വന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പരസ്യമായിട്ടൊരു കമ്മ്യൂണിറ്റി പറയുന്നു. എത്രയോ ഇത് ഞങ്ങളെ സഹായിക്കാൻ ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കുന്ന UDF-ന്റെ നയത്തിന് വിരുദ്ധമായിട്ട്, അത് ഞങ്ങൾ ന്യൂനപക്ഷത്തെ UDF പ്രീണിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഒന്നും ചെയ്തു തരാത്ത LDF-നോടും UDF-നോടും പക വീട്ടാൻ പറ്റിയ ഒരു അവസരം ഇതാ വന്നിരിക്കുന്നു എന്ന ഒരു തെറ്റായ ഒരു സന്ദേശമാണെങ്കിൽ പോലും അങ്ങനെ സന്ദേശം ഇവിടെയുള്ള ഹിന്ദു പിന്നോക്ക വിഭാഗങ്ങൾ, ഞാൻ വളരെ അടിവരയിട്ട് പറയുന്നു, പിന്നോക്ക വിഭാഗങ്ങൾക്ക് അതുണ്ടായി. അതുകൊണ്ടാണ് NSS UDF-നെ സഹായിച്ചു. പക്ഷേ NSS-ന്റെ സഹായം തീരെ കിട്ടാത്ത LDF-ന് വൻതോതിലുള്ള ചോർച്ച ഉണ്ടായി. LDF-ന് മാത്രമല്ല UDF 2011 കണക്ക് വെച്ചുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഈക്വൽ ആയിട്ടുള്ള വീഴ്ചയാണ്, പരാജയമാണ് രണ്ട് വിഭാഗങ്ങൾക്കും ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കുറേ കാലമായിട്ട് ഈ അരുവിക്കരയ്ക്ക് എത്രയോ മുമ്പേ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു സാവകാശമുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമാണ് സാമുദായിക വോട്ടുകളുടെ കാര്യത്തിൽ BJP നടത്തിയത്. ഇതൊരിക്കലും BJPയുടെ വോട്ടല്ല. ഇത് പിന്നോക്ക വിഭാഗങ്ങളുടെ, പിന്നോക്ക ജാതികളുടെ വോട്ട് അവർ ഏതാണ്ട് മൊബിലൈസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. BJPക്ക് വോട്ട് കൂടിയിട്ടൊന്നുമില്ല. BJPക്കാരായിട്ട് SNDPക്കാരൊന്നും മാറിയിട്ട്. പക്ഷേ അവർക്ക് ഇങ്ങനെ ഒരു ജാതീയ വികാരം ഉണ്ടാക്കിയെടുക്കുന്നതിൽ അവരെ പിന്തുണയ്ക്കുന്ന ഒരു പാർട്ടിയാണ് BJP എന്നും BJPയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഇന്ത്യയിൽ ആദ്യത്തെ, അവർ ആവർത്തിച്ച് പറയുന്ന വെള്ളാപ്പള്ളി അത് ആവർത്തിച്ചുള്ള കാര്യവുമാണ്, ഇന്ത്യയിലെ ആദ്യത്തെ പിന്നോക്ക പ്രധാനമന്ത്രി, പിന്നോക്ക വിഭാഗക്കാരനായ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു. ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ടും ഞങ്ങളിതൊന്നും അറിഞ്ഞില്ല, ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലായിരുന്നു എന്ന് AK ബാലനെ പോലുള്ള ആളുകൾ പറയുന്നത് അവരുടെ കാലിൻ്റെ അടിയിൽ മണ്ണൊലിച്ചു പോകുന്ന, അത് കാണാതെ പോകുന്നതാണ്. അവർക്ക് വലിയ നഷ്ടം സംഭവിക്കുന്ന പോലും അവരറിയുന്നില്ല. ഇത് തന്നെയാണ് UDF-നുണ്ടാവുന്നത്. വ്യക്തമാണ്. അതിലേക്ക് നമുക്ക് എത്താം. ശ്രീ KM ഷാജഹാൻ, വിവിധ മത സാമുദായിക വിഭാഗങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള
ഗ്രാമപഞ്ചായത്തുകളിൽ എങ്ങനെയാണ് ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ബി ജെ പിയിലേക്ക് ചോർന്നത്? എന്താണ് അതിൻ്റെ കണക്കുകൾ? അത് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. അതായത് 2 പഞ്ചായത്തുകളാണ് പ്രകാശ് ഏറ്റവും പ്രധാനമായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഉഴമലക്കൽ പഞ്ചായത്തും കുറ്റിച്ചൽ പഞ്ചായത്തും. ഉഴമലക്കൽ പഞ്ചായത്തിലും കുറ്റിച്ചൽ പഞ്ചായത്തിലും 13 വീതം ബൂത്തുകളാണുള്ളത്. ഈ 13 ബൂത്തുകളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 13ലും ഉഴമലക്കലിലും കുറ്റിച്ചലിലും 13ലും LDFന് 10% വോട്ട് കുറഞ്ഞെങ്കിൽ ഈ 2 പഞ്ചായത്തുകളിലും 13ൽ 13നും BJPക്ക് 10% വോട്ട് വർദ്ധിച്ചിരിക്കുന്നു. മറ്റ് പഞ്ചായത്തുകളിലൊക്കെ ഏറെയും കുറഞ്ഞുമാണ്. ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. ഒരു കാര്യം കൂടി എനിക്ക് പ്രധാനമായി പറയാനുള്ളത്, വെള്ളനാട് പഞ്ചായത്തിൽ CPMഉം BJPയും തമ്മിൽ 324 വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കണം, 324 വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. കുറ്റിച്ചൽ പഞ്ചായത്തിൽ LDFും BJPയും തമ്മിൽ 124 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന്, ഈ കണക്കിൽ നിന്ന് വളരെ വ്യക്തമാണ് CPMൻ്റെ വോട്ട് എത്ര കുറയുന്നോ അത്രയും വോട്ട് BJPക്ക് കൂടുന്നു. CPMന് വോട്ട് 100 കുറഞ്ഞാൽ BJPക്ക് 100 വോട്ട് കൂടുന്നു. അപ്പം അരുവിക്കര തെരഞ്ഞെടുപ്പ് നമുക്ക് തരുന്ന പാഠം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ വിശകലനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന പാഠം എന്ന് പറയുന്നത്, BJP ഇവിടെ നേടുന്നത് ഇടതുപക്ഷത്തിൻ്റെ നഷ്ടത്തിൽ നിന്നാണ്. ഇടതുപക്ഷത്തിൻ്റെ നഷ്ടത്തിൽ നിന്നാണ് BJP നേടുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും CPMനെ പ്രതിനിധീകരിക്കുന്ന AK ബാലൻ ഇന്നും ഇന്നലെയും പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? അത് ഞങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ UDFനും പോയിട്ടുണ്ട്. അത് ഉമ്മൻചാണ്ടിയുടെ ചില തന്ത്രമാണ്. ഇത് വലിയ അപകടമാണെന്ന് ഇനിയെങ്കിലും AK ബാലനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കുക. ഇത് 2014 ബന്ധപ്പെട്ട് താരതമ്യം ചെയ്യുമ്പോൾ പരിക്കുണ്ടായിരിക്കുന്നത് 99% CPMന് തന്നെയാണ്. ഇത് ഒരു കമ്മ്യൂണിസ്റ്റ് CPM വിരോധം വെച്ചിട്ട് പറയുന്നല്ല, തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതാണ്. വ്യക്തമാണ്. ശ്രീ AK ബാലൻ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്രയും ദിവസങ്ങളായി ഉമ്മൻചാണ്ടി നിങ്ങളോടൊപ്പമുള്ള ആളുകളെ ക്ഷണിച്ചു തുടങ്ങി, CPI ക്ഷണിക്കുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ നിലനിർത്താനും അധികമായി ഈ കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ച് BJPയുടെയും അതുപോലെ തന്നെ UDF അണികളുടെയും വോട്ട് സമാഹരിക്കാനും കഴിയുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? ഈ വോട്ടുകൾ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, സാധാരണ നിലയിൽ ഒരു 5%, 4% വോട്ടിൻ്റെ ഡിഫറൻസാണ് 2 മുന്നണികളും തമ്മിലുള്ളൂ. ഈ ആടി നിൽക്കുന്ന വോട്ടുകൾ ആർക്കൊപ്പം ഉറപ്പിക്കാൻ കഴിയുന്നോ അവരാണ് ജയിക്കുക. അപ്പോൾ ആ 4-5% വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തന ശൈലി, അത് ആകർഷിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയം, ഇത് കൈമോശം വന്നതുകൊണ്ടാണോ ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ ആ തിരിച്ചടി ഉണ്ടായി, തിരുവനന്തപുരത്ത് ആ തിരിച്ചടി ഉണ്ടായി, ഇപ്പോൾ അരുവിക്കരയിൽ? ഇതില് പ്രകാശ്, ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളുടെ കണക്ക് കൂട്ടലിൽ തെറ്റ് പറ്റിയിട്ടുണ്ട്, പറ്റിയിട്ടുണ്ട്. അത് ഒരാളും ഞങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല, അത് ഞങ്ങൾക്കറിയാവുന്നതാണ്. പക്ഷെ ഞങ്ങൾക്ക് മാത്രമല്ല, കോൺഗ്രസിനും പറ്റിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഇടയിൽ നിന്നും CPMന്റെയും ഇടതുപക്ഷത്തിന്റെയും ഇടയിൽ നിന്നുള്ള ഇറോഷൻ, അതിന്റെ ഗുണം BJPക്ക് പോയിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തോട് ആദ്യം പൊരുത്തപ്പെടണം. ഇവരൊക്കെ നല്ല വിശ്വാസത്തിലാണ് പറയുന്നത് എങ്കിൽ അത് പരിപൂർണമായി ഞങ്ങൾ ഉൾക്കൊള്ളും. ഇവിടെ പ്രകാശ് ആരംഭത്തിൽ തന്നെ പറഞ്ഞൊരു കാര്യം, ഇവിടെ CPIയെ ക്ഷണിക്കുന്നു, അത് തന്നെ വ്യക്താക്കുന്നത് എന്താ? കോൺഗ്രസ് ഐയുടെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ജനകീയ അടിത്തറയിൽ ഇറോഷൻ സംഭവിച്ചു. അതിന്റെ ഭാഗമായി ഈ രൂപത്തിലുള്ള മുന്നണിയാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ 2011 വോട്ട് പോലും അവർക്ക് കിട്ടില്ല. അല്ല ശ്രീ AK ബാലൻ, അതുകൊണ്ടാണ് അവർ ക്ഷണിക്കുന്നത് എന്നാണോ നമ്മൾ കരുതേണ്ടത്? കാരണം ആരോപണ വിധേയമായ, ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട UDFൽ നിന്ന് കൂടുതൽ കക്ഷികൾ പരാജയഭീതി പൂണ്ട UDFൽ നിന്ന് LDFലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അതിനപ്പുറത്താണ് കാര്യങ്ങളെന്നും ഇടതുപക്ഷത്തിനാണ് ആശങ്ക ഉണ്ടാകേണ്ടതെന്നും ഉള്ള പുതിയ രാഷ്ട്രീയം അവർ പറഞ്ഞു തുടങ്ങുന്നു. ആ രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങാൻ അവർക്ക് അവസരമൊരുക്കിയത്
അരുവിക്കര കേരളത്തിൻ്റെ ടെസ്റ്റ് ഡോസ് ആകും എന്ന് പറഞ്ഞിട്ട് ആ ടെസ്റ്റ് ഡോസിൽ മേൽക്കൈ നേടാൻ കഴിയാതെ പോയതാണ്. ആ മേൽക്കൈ നേടാൻ കഴിയാതെ പോയത് എന്ന് പറയുന്ന UDF ജയിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. മറിച്ച് കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും BJPക്ക് ഒരു വോട്ടുണ്ടല്ലോ. ആ വോട്ടിനൊപ്പം കുറച്ച് വോട്ട് കൂടി ഇടതുപക്ഷത്തു നിന്ന് ചോർന്നാൽ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായി ഭരിക്കാം. ഈ പുതിയ രാഷ്ട്രീയം ഇതിനെ ഫേസ് ചെയ്യണ്ടേ? അല്ല, ഭരണത്തിന്റെ തുടർച്ചയാണല്ലോ അവർ സ്വപ്നം കാണുന്നത്. അത് സാക്ഷാത്കരിക്കണമെങ്കിൽ CPI ഇടതുപക്ഷത്തിൽ നിന്നും മാറ്റിയെടുക്കണം എന്ന ഉദ്ദേശം എങ്ങനെയാണ് വന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുള്ള വോട്ടാണ്. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നേരെ മറിച്ച് ഇപ്പൊ എന്തിനാ CPIയുടെ പിന്നാലെ പോകാൻ ആഗ്രഹിക്കുന്നത്? ഏറ്റവും വലിയ ഉജ്ജ്വലമായിട്ടുള്ള വിജയമല്ലേ അവർക്ക് കിട്ടിയത്. പിന്നെ എന്തിനാ CPIയെ ക്ഷണിക്കുന്നത്? CPI ഒന്നാമത് പോകാൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളത് അതിന്റെ അഖിലേന്ത്യാ നേതാക്കന്മാരും സംസ്ഥാന നേതാക്കന്മാരും വ്യക്തമാക്കിയതാണ്. അവരുടെ പിന്നാലെ പിന്നെ പോകുന്ന വ്യക്തമാണ്. ആ ഒരു സംശയം ഉന്നയിക്കാം. ശ്രീ KM ഷാജഹാൻ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഏതാണ്ട് 7 ലക്ഷത്തോളം വോട്ടുകളാണ് ഇടതുപക്ഷത്തിൽ നിന്ന് BJPയിലേക്ക് പോയത്. അതുകൊണ്ടാണ് ഉദ്ദേശിച്ച രീതിയിൽ പാർലമെന്റിലേക്ക് സീറ്റ് ലഭിക്കാതെ പോയത്. ഇപ്പോൾ അരുവിക്കര ഈ വോട്ടിൽ വരുന്ന ഈ ഷിഫ്റ്റ് അത് വരുന്ന ആളുകൾ ഈ രീതിയിലാണ് തിരുത്തലില്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ എങ്ങനെ ബാധിക്കും എന്നാണ് ഷാജഹാൻ വിലയിരുത്തുന്നത്? ഇല്ല പ്രകാശ്, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം. അരുവിക്കരയിൽ ഉണ്ടായിട്ടുള്ള ഈ ഷിഫ്റ്റ് അരുവിക്കരയിൽ മാത്രമായി നിൽക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇപ്പോൾ അരുവിക്കരയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എടുക്കൂ. തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ BJPക്ക് സാമാന്യം നല്ല ശക്തമായ സംഘടനാ സംവിധാനം ഉണ്ടായിരുന്നു. എന്നാൽ അരുവിക്കരയിൽ അവർക്ക് സംഘടനാ സംവിധാനം ഉണ്ടായിരുന്നില്ല. അവർക്ക് 153 ബൂത്തിൽ 40 ബൂത്തുകളിൽ ഇന്നേജന്റുമാർ പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് അവരുടെ നേതാക്കന്മാർ പോലും പറഞ്ഞത്. ഒന്ന്. രണ്ട്, അരുവിക്കര എന്ന് പറയുന്നത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ദളിതരും ആദിവാസികളുമൊക്കെ തിങ്ങിപ്പാർക്കുന്ന പഞ്ചായത്തുകളുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ്. സ്വാഭാവികമായും അവിടെ CPMനായിരുന്നു മേൽക്കൈ ഉണ്ടാവേണ്ടിയിരുന്നത്. അപ്പോൾ തങ്ങൾക്ക് സംഘടനാ സംവിധാനം ഇല്ലാതിരുന്ന, സമൂഹത്തിലെ അധസ്ഥിതരും അടിത്തട്ടിലുള്ളവരും തിങ്ങിപ്പാർക്കുന്ന അരുവിക്കര പോലൊരു മണ്ഡലത്തിൽ BJPക്ക് CPMൽ നിന്നും ഇത്രയും വോട്ട് ചോർത്തിയെടുക്കാൻ പറ്റുമെങ്കിൽ പ്രകാശ് ഉറപ്പിച്ചു പറയാം, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM ഇന്ന് ചെയ്യുന്നത് പോലെ തെറ്റുതിരുത്താതെ ഞങ്ങൾക്കില്ലെങ്കിൽ അവർക്കും പോയിട്ടുണ്ട്, അവർക്ക് പോയതുകൊണ്ടാണ് ഞങ്ങൾക്കും പോയിരിക്കുന്നത്, CPIയെ ക്ഷണിക്കുന്ന പറയുന്നത് അസംബന്ധമല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം LDF ജയിച്ചിരുന്നെങ്കിൽ LDF പിന്നെ ജനതാദളിനെയും RSPയെയും എപ്പോഴേ അങ്ങോട്ട് ക്ഷണിക്കുമായിരുന്നു. അത് അവരുടെ രാഷ്ട്രീയ ശക്തിയല്ലേ കാണിക്കുമായിരുന്നു. അപ്പോൾ അതുപോലുള്ള മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് പാർട്ടിക്ക് തിരുത്തൽ നടത്താൻ തങ്ങൾ ഇനിയും തയ്യാറല്ല എന്ന അഹങ്കാരപൂർണമായ സമീപനവുമായിട്ടാണ് LDF നേതൃത്വം പോകുന്നതെങ്കിൽ, CPM നേതൃത്വം പോകുന്നതെങ്കിൽ ഇത് മറ്റ് മണ്ഡലങ്ങളിലേക്ക് പകരും എന്നുള്ള കാര്യത്തിൽ CPMൻ്റെ അണികൾക്ക് പോലും പൂർണ്ണമായ ബോധ്യമുണ്ട് എന്ന് ഈ നേതാക്കന്മാർ ഈ വൈകിയ വേളയിലെങ്കിലും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വളരെ നന്ദി ശ്രീ AK ബാലൻ, ശ്രീ KM ഷാജഹാൻ, ശ്രീ A സജീവൻ, ശ്രീ CP ജോൺ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.